പാഠം 10 തിരുവനന്തപുരം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 പ്രദേശങ്ങളും ചേർന്നുള്ള കേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപം പ്രാപിച്ചു. തിരുവനന്തപുരം നഗരമാണ് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. ഹജൂർ കച്ചേരിയും മറ്റ് പ്രധാനപ്പെട്ട കച്ചേരികളും തിരുവനന്തപുരത്താകുന്നു. ഇവിടെയാണ് മന്ത്രിമാരുടെ വാസസ്ഥാനവും. ജനപ്രതിനിധികളുടെ സഭ കൂടുന്നതും ഇവിടെയാണ്. തെക്കൻ തിരുവിതാംകൂറിലാണ് തിരുവനന്തപുരം. ആ പട്ടണം കടലിനടുത്ത് കിടക്കുന്നു. പട്ടണത്തിന്റെ പടിഞ്ഞാറുള്ള കടൽപ്പുറത്തിന് ശംഖുമുഖം എന്നാണ് പേര്. നീണ്ടു പരന്നു കിടക്കുന്ന അവിടുത്തെ വെള്ള മണൽപ്പുറം കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതാണ്. വൈകിട്ട് കാറ്റുകൊള്ളാൻ പലരും അവിടെ പോകും. കടൽപ്പുറത്ത് നിന്ന് പട്ടണത്തിന്റെ കിഴക്കേ അറ്റത്തേക്ക് 5 മൈൽ ദൂരം വരും. കിഴക്കേ അതിർത്തിയിൽ കൂടെ കരമനയാർ ഒഴുകുന്നു. തീരത്തുള്ള കരമന ഗ്രാമം കൊണ്ടാണ് ആ നദിക്ക് ആ പേരുണ്ടായത്. കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് തിരുവനന്തപുരം. ഉയർന്ന ആ കുന്നുകളുടെ മുകളിൽ നിന്നുള്ള കാഴ്ച ആരെയും രസിപ്പിക്കും. കണ്ണെത്തുന്ന സ്ഥലം എവിടെയും തെങ്ങും മറ്റ് വൃക്ഷങ്ങളും വളർന്നു മൂടി കാടുപോലെ കിടക്കുന്നു. പടിഞ്ഞാറ് കടൽ സൂര്യരശ്മിയേറ്റ് വെള്ളിപ്പാടം പോലെ തിളങ്ങുന്നത് കാണാം. വൃക്ഷങ്ങളുടെ ഇടയ്ക്കുകൂടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന്റെ ഗോപുരവും മറ്റു പല വലിയ കെട്ടിടങ്ങളും ഉയർന്നു നിൽക്കുന്നു. തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഉണ്ട്. പട്ടണത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് ഒരു കോട്ട കെട്ടിയിരിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും പഴയ കൊട്ടാരങ്ങളെയും ചുറ്റിയാണ് അത്. കോട്ടയ്ക്ക് 20 അടിയോളം പൊക്കമുണ്ട്. അതിന്റെ അധിക ഭാഗവും കരിങ്കല്ല് കൊണ്ട് കെട്ടിയിരിക്കുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ കോട്ട നിർമ്മിച്ചത്. കിഴക്കേക്കോട്ട വാതിൽ തൊട്ട് കിഴക്കോട്ടുള്ള റോഡിന്റെ ഇരുപുറവുമാണ് ചാലക്കമ്പോളം. അത് പ്രധാനപ്പെട്ട ഒരു കച്ചവട സ്ഥലം ആകുന്നു. അമ്പലങ്ങളും ക്രിസ്ത്യാനികളുടെയും മുഹമ്മദീയരുടെയും പള്ളികളും പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലായി കാണാം. കോളേജുകളും ആശുപത്രികളും റെയിൽവേ സ്റ്റേഷനും കാഴ്ച ബംഗ്ലാവും വിമാനത്താവളവും റേഡിയോ സ്റ്റേഷനും പലതരം ഗൃഹങ്ങളും റോഡുകളും തിരുവനന്തപുരത്തിന്റെ ഭംഗിയും സുഖവും വർദ്ധിപ്പിക്കുന്നു.